കൊടുങ്ങല്ലൂർ തിരുവള്ളൂർ മഹാദേവ ക്ഷേത്രത്തിൽ നിന്ന് ഓട്ടുവിളക്കുകളും ചെമ്പ് കുടങ്ങളും ഉൾപ്പെടെ കവർന്ന കേസിലെ പ്രതി പിടിയിൽ. തമിഴ്നാട് മധുര സ്വദേശി സെൽവകുമാറാണ് പിടിയിലായത്. മാളയിലുള്ള ആക്രിക്കടയിൽ നിന്ന് മോഷണം മുതൽ പോലീസ് കണ്ടെത്തി. കഴിഞ്ഞ 20-നായിരുന്നു മോഷണം നടന്നത്. അർദ്ധരാത്രിയോടെ എത്തിയ മോഷ്ടാവ് തൂക്കുവിളക്കുകൾ, ചുറ്റമ്പലത്തിനുള്ളിൽ സൂക്ഷിച്ചിരുന്ന താമ്പാളങ്ങൾ, പൂജയ്ക്കായി ഉപയോഗിക്കുന്ന സാമഗ്രികൾ, ചെമ്പുകുടങ്ങൾ എന്നിവയാണ് കവർന്നത്. മോഷണം നടന്നതിന്റെ തലേദിവസം അപരിചിതനായ കാലിന് സ്വാധീനക്കുറവുള്ളയാൾ ക്ഷേത്രത്തിൽ വന്നുപോയതായി നാട്ടുകാർ പോലീസിന് മൊഴി നൽകിയിരുന്നു. നമ്മളിന്ന് രാവിലെ പുലർച്ചെ ഒരു 4:30-5 മണിയോടുകൂടി ക്ഷേത്രത്തിൽ സാധാരണ ക്ഷേത്രം തുറക്കാൻ വേണ്ടി വരുന്ന സമയത്താണ് ക്ഷേത്രത്തിൽ നമ്മൾ ഉപയോഗിച്ചിരുന്ന പാത്രങ്ങളൊന്നും കാണാതായത്. അപ്പം പരിശോധിച്ച സമയത്ത് എല്ലാ ക്ഷേത്രങ്ങളിൽ നിന്നും, നമ്മുടെ ഇവിടുത്തെ ഉപദേവ ക്ഷേത്രങ്ങൾ എല്ലാത്തിൽ നിന്നും വിളക്കുകളും അതുപോലെ നിവേദ്യത്തിന് ഉപയോഗിക്കുന്ന ഓട്ടുരുളികൾ, ഓട്ടുപാത്രങ്ങൾ, അങ്ങനെ ഏകദേശം 2 ലക്ഷത്തിൽ പരം സാധനങ്ങൾ നമ്മളിന്ന് കളവ് പോയിട്ടുണ്ട്. വിളക്കുകളാണ് കൂടുതലും പോയിക്കൊണ്ട്. തൂക്കുവിളക്കുകൾ, ഭഗവാന്റെ ശ്രീകോവിലിന് ചുറ്റിട്ടിരുന്ന വലിയ വലിയ തൂക്കുവിളകളെല്ലാം തന്നെ കളവ് പോയിട്ടുണ്ട്. അതേപോലെ പാത്രങ്ങൾ, നിത്യേന ഉപയോഗിക്കുന്ന പാത്രങ്ങളെല്ലാം കഴുകി വൈകുന്നേരം നമ്മൾ കമത്തി വയ്ക്കാനുള്ള പതിവ്. ആ പാത്രങ്ങളെല്ലാം തന്നെ ഇവിടുന്ന് നമുക്ക് കളവ് പോയിട്ടുണ്ട്. ഇന്ന് വെളുപ്പിന് 5 മണിയോടെ നമ്മളിത് അറിയാൻ സാധിച്ചത്. ഈ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി പിടിയിലായത്. തമിഴ്നാട് മധുര സ്വദേശിയായ സെൽവകുമാർ കൊടുങ്ങല്ലൂരിൽ വറവ് സാധനങ്ങൾ കടയിലെത്തിക്കുന്ന ജോലിയാണ് ചെയ്തിരുന്നത്. മാളയിലെ ഒരു ആക്രിക്കടയിൽ നിന്നും മോഷണ വസ്തുക്കൾ പോലീസ് കണ്ടെടുത്തു. മോഷണ വസ്തുക്കൾ വിലയ്ക്ക് വാങ്ങിയ ആക്രിക്കച്ചവടക്കാരനെയും പോലീസ് അറസ്റ്റ് ചെയ്തു. മാള കോട്ടമുറി സ്വദേശി 82 വയസ്സുള്ള അലിയെയാണ് കൊടുങ്ങല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. ജനം, തൃശൂർ.